ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കല്ല നമ്മുടെ രേവതിയുടെ കഥയിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു, അല്ല മോന് പോകാന് ധൃതിയായല്ലേ എന്ന് ചോദിക്കുമ്പം, അയ്യോ എന്തിനമ്മ ഞാൻ ധൃതിപ്പെടുന്നത്, എനിക്ക് ഓട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് പതുക്കെ പോയാൽ മതി. അല്ല രേവതി, എൻ്റെ ഫോൺ എവിടെ? അയ്യോ രേവതി, ഫോൺ എടുത്തു കൊടുക്ക്, മോന് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് ഫോൺ എടുത്തു കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അപ്പം വീണ്ടും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അയ്യോ മോളെ രേവതി വൈകിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോവാ, പെട്ടെന്ന് അവന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. രേവതി ഫോണുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഫോണ് നമ്മുടെ രേവതി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു, വൈകിക്കണ്ട, വണ്ടി സ്റ്റാൻഡിൽ കൊണ്ടിട്ടുണ്ട്, ഓട്ടം കിട്ടൂലോ, അതുകൊണ്ട് മോൻ പെട്ടെന്ന് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, അല്ല എന്ത് പറ്റി അമ്മയ്ക്കൊരു വെപ്രാളം, ഒരു ടെൻഷൻ പോലെ? ഹേയ് മോനെ, ഒന്നുമില്ല. എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. അല്ല ചുമ്മാ ഇവിടെ നിന്ന് മോന് കിട്ടുന്ന ഓട്ടം കളയണ്ടല്ലോ, സ്റ്റാൻഡിലിട്ടാല് ഓട്ടം കിട്ടൂലോ. ട്രിപ്പ് പോകേണ്ടവരെ എന്നെ വിളിക്കും, കാറ് സ്റ്റാൻഡിൽ ഇടണം എന്നൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നാലും എനിക്ക് ഓട്ടം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വീണ്ടും നമ്മുടെ ലക്ഷ്മി ഞെട്ടിപ്പോയിട്ടോ. എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കിയിട്ട് പോകുന്നുമില്ല. അപ്പം സച്ചി പറഞ്ഞു, അല്ല അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തോ വെപ്രാളം പോലെ വിറയിൽ പോലെയൊക്കെ. അത് പിന്നെ സച്ചിയേട്ടാ, അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാ. അല്ലേമ്മേ, അമ്മ പോയി ഭക്ഷണം കഴിക്കുക എന്നിങ്ങനെ രേവതിയും പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിയും പറഞ്ഞു, അയ്യോ അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കില്ലേ, തലകറങ്ങി താഴെ വീഴും. അയ്യോ മോനിത് എങ്ങോട്ട് പോവാന്ന് ചോദിച്ചു. നമ്മുടെ രേവതിയല്ല സച്ചി പെട്ടെന്ന് രേവതിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, എനിക്കൊന്ന് ഉറങ്ങണം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശീലം അതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എൻ്റെ ഈശ്വരാ ഇത് പോകുന്നില്ലെന്നാ തോന്നുന്നതെന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട്, മോളെ രേവതി നീ ഇവിടെ നിന്നേ, സച്ചി പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്താ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു. ഏതായാലും ഈ സമയം കൊണ്ട് നമ്മുടെ രേവതി സച്ചി അകത്തേക്ക് പോയിട്ടോ. അങ്ങനെ അകത്ത് ചെന്ന് നിലത്ത് പായൊക്കെ വിരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക് കിടക്കാൻ വേണ്ടി രേവതി. ലക്ഷ്മി അന്തം വിട്ട് കുന്തം പോലെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ശരത്തിനും നമ്മുടെ ദേവുനും ഇതൊക്കെ കണ്ട് ചിരിയാട്ടോ വരുന്നത്. പായൊക്കെ വിരിച്ചിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, അതെ സച്ചേട്ടൻ കിടന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി, അതെ മോനെ, നീ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ട്രിപ്പ് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ എങ്ങനെയാ അറിയുന്നത്? എന്നെ ഈ ഉച്ചസമയത്ത് ആരും വിളിക്കില്ലമ്മേ, ഓട്ടം കുറവുള്ള സമയം ഈ ഉച്ചസമയം, അപ്പോഴാ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി സമയം കിട്ടുന്നത്. നല്ല ഭക്ഷണം, നല്ല ഉറക്കം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ഇത് രണ്ടും അത്യാവശ്യമാണ്. അമ്മയും ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്, ആ വിറയലൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോനെ ഉച്ചയുറക്കം അത്രയ്ക്ക് നല്ലതല്ല, പകൽ ഉറങ്ങരുതെന്നാ പറയുന്നത്. അമ്മേ ശീലമായി പോയില്ലേമ്മേ, എനിക്ക് ഉറക്കം വരിക, ഞാനേ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, സച്ചേട്ടൻ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി വായി നിവർത്തിയിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങാനും തുടങ്ങി കേട്ടോ. രേവതി വെളിയിലേക്ക് വന്നിട്ട് വാതിൽ പടച്ചു. അപ്പോഴത്തേക്കും ലക്ഷ്മി, രേവതി നീ എന്താ മോളെ ഇങ്ങനെ കാണിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ അവൻ പോകുന്നു, എന്നിട്ട് അവൻ പാ വിരിച്ച് കിടന്ന് ഉറങ്ങുന്നു. പാവം അമ്മേ, ഉറക്കം വന്നാ ഉറങ്ങണ്ടേ, ഉറങ്ങിക്കഴിഞ്ഞാൽ എണീറ്റ് പൊക്കോളും, അമ്മ വന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ലക്ഷ്മീനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയിട്ടോ. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ സുധിയെയാണ്. സുധി പാവം ജോലിയൊക്കെ പോയിട്ട് വളരെ വിഷമത്തോടു കൂടി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം ശ്രുതിയാണെങ്കിൽ വേറെ ബ്യൂട്ടി പാർലറിൽ പോയി എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പൊ ശ്രുതി വീട്ടിലേക്ക് പോയേക്കുന്നത്. അങ്ങനെ നമ്മുടെ സുധി വീട്ടിലേക്ക് കയറി വന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിച്ചു, നീ എന്താ മോനെ നേരത്തെ? നേരത്തെ ജോലി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞമ്മേ, എല്ലാം കഴിഞ്ഞു. നീ പഠിപ്പും വിവരമുള്ള ബുദ്ധിശാലിയാണല്ലോ, അതാണ് വൈകുന്നേരം വരെ എടുക്കേണ്ട ജോലി പെട്ടെന്ന് തീർത്തിട്ട് വന്നത്. ഇങ്ങനെ ഫാസ്റ്റ് ആയിരിക്കണം മോനെ എല്ലാം, നിന്നെ കണ്ടു പഠിക്കട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സുധിയുടെ മുഖത്തൊരു തെളിച്ചുമില്ല. അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല നിനക്ക് എന്താ പറ്റി മോനെ, നിന്റെ മുഖത്തൊരു തെളിച്ചുമില്ലല്ലോ, വെയിലത്ത് വന്നതുകൊണ്ടാണോ? മോൻ ഞാനേ പോയി ജ്യൂസ് ഉണ്ടായിക്കൊണ്ട് വരാന്ന് പറഞ്ഞപ്പം, വേണ്ട അമ്മേ ജ്യൂസ് ഒന്നും വേണ്ട, അമ്മ ഇങ്ങ് വന്നേ, അമ്മ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞ് നമ്മുടെ സുധി ചന്ദ്രനെ അവിടെ ഇരുത്തിയിട്ട് മടിയിലേക്ക് തല ചാച്ചൊക്കെ വെച്ച് ഇങ്ങനെ കിടന്നു. ആ ഒരു സെറ്റിയിലേക്ക് ഇങ്ങനെ കിടന്നു, മടിയിൽ തല വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്ത് പറ്റി മോനെ നിനക്ക്? അമ്മ എന്നെ എന്തിനാ ഇത്രയും പഠിപ്പിച്ചത്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? മോനെ ആഗ്രഹിച്ചല്ലേ പഠിച്ചത്? ഞാൻ കുറെ പഠിച്ചു,
അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇന്നത്തെ കാലത്ത് ബുദ്ധിശാലി ആയിരിക്കുന്നതിനേക്കാൾ നല്ലതേ മണ്ടനായിട്ടിരിക്കുന്നതാ. ഞാൻ പഠിച്ചത് മുഴുവൻ വേസ്റ്റായി പോയമ്മേ. എഴുന്നേക്ക്, നീ എണീറ്റേ. നീ എന്നെ ഈ പറയുന്നത് ദേ എന്റെ മോൻ ഇങ്ങനെയൊന്നും പറയരുതേ. ഇപ്പൊ എന്താ പറ്റിയത്? എന്താ നിന്റെ പ്രശ്നം? അത് നീ തുറന്നു പറ. അതമ്മേ മോനെ, നിന്നെ പോലുള്ള ബുദ്ധിശാലികളെ അപൂർവമായ ഈ ഭൂമിയിലുള്ളൂ. നീ വലിയ നിലയിൽ എത്തൂടാ. ശ്രുതി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഈ ജോലിയിൽ നിനക്ക് നല്ല ഭാവിയുണ്ട്, ജോലി കയറ്റവും കിട്ടും. അതിന് ജോലി വേണ്ടമ്മേ. ജോലി ഉണ്ടല്ലോ നിനക്ക്, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഇല്ലമ്മേ, എനിക്കിപ്പം ജോലിയില്ല. എന്താ ശ്രുതി നീ പറയുന്നത്? നിനക്കിപ്പോ ജോലി ഇല്ലെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെ അമ്മേ, എനിക്ക് ജോലിയില്ല. എൻ്റെ ജോലി പോയി. എങ്ങനെ നിന്റെ ജോലി പോയി? അത് പിന്നെ എന്നെ ആ മണ്ടൻ MD പുറത്താക്കിയതാ. എന്താടാ ശ്രുതി നീ പറയുന്നത്? ഒരു ജോലിയിൽ നിനക്ക് കൂടുതൽ കാലം ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശ്വരൻ, ഞാൻ ഇനി എന്താ ചെയ്യും? ഞാനിപ്പോ തല കറങ്ങി വീഴും മോനെ. അയ്യോ അമ്മയ്ക്ക് വെള്ളം വേണോ? നീ എന്നെ വിടറ. എനിക്ക് വെള്ളം വേണ്ട, ഒരു കുന്തം വേണ്ട. ഞാനിനി ശ്രുതിയോട് എന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് കരയാനും തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അതെ, ഒരു കസ്റ്റമർ എന്നോട് കരിമീനും ഇറച്ചിയൊക്കെ മേടിച്ചിട്ട് വരാൻ പറയുമ്പോൾ ഞാൻ അത് മേടിച്ചോണ്ട് വരണോ? കണ്ടവനെ കരിമീൻ മേടിച്ചു കൊടുക്കാനാണോ ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ചത്? അമ്മ പറ. ഞാൻ കരിമീൻ മേടിച്ചു കൊടുക്കാത്ത കാരണം ആ ഒരു ചെറിയ സെയില് നഷ്ടപ്പെട്ടു. എന്നെ പുറത്താക്കി അമ്മേ. എൻ്റെ ദൈവമേ, എന്തിനാ എൻ്റെ മോനോട് നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ എൻ്റെ മോനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൻ എന്ത് തെറ്റാ ചെയ്തത് ഈശ്വര? പാവം, അവൻ ചെല്ലുന്നിടത്തല്ലേ ഇങ്ങനെയാണല്ലോ. അല്ല, നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവര് പറയാൻ നീ അവന്റെ വീട്ടുവേലയ്ക്ക് പോയതാണോ? കണ്ടില്ല, അമ്മയ്ക്ക് തന്നെ ദേഷ്യം വന്നില്ലേ? അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുവോ? മോനെ, ആ ഫിനാൻസുകാരന് എങ്ങനെ കാശ് കൊടുക്കും? ശ്രുതിയോട് എങ്ങനെ ഈ കാര്യം പറയും? നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിനക്ക് ജോലി ഇല്ലെന്ന് സച്ചി നിന്റെ അച്ഛനും അറിഞ്ഞാലേ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, ഭൂമിയോടെ താഴേക്ക് പോയാൽ മതി. ഞാൻ എന്ത് ചെയ്യാനമ്മ? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെയ്യാവുന്നതൊക്കെ പരമാവധി ചെയ്ത് നോക്കിയതാ. ഏതായാലും ജോലി പോയി. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാന്ന്. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ ആരും എന്നെ പറഞ്ഞു വിടില്ലല്ലോ. ഞാൻ തന്നെ എൻ്റെ മുതലാളി ആയാലേ എൻ്റെ ജോലി നഷ്ടപ്പെടില്ലല്ലോ. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ടേ ബിസിനസ് തുടങ്ങാം. അല്ല, ശ്രുതിയോട് ഇതെങ്ങനെ പറയും? അമ്മ പറയുമോ? അതെ, തൽക്കാലം ജോലി നഷ്ടപ്പെട്ട കാര്യം നീ ആരോട് പറയണ്ട. അല്ല, ശ്രുതിയോടെങ്കിലും അവളെ അറിയിക്കേണ്ട. അവൾക്ക് വിഷമാകും, നിന്നോടുള്ള ബഹുമാനം പോകും. അതുകൊണ്ട് നീ ഒന്നിന് കൊള്ളാത്തവനാണെന്നൊക്കെ തോന്നും. അമ്മേ, ഞാൻ കൊള്ളുന്നവനാണമ്മേ, കൊള്ളാത്തവനൊന്നും അല്ല. ഇതുപോലെ ജോലി നഷ്ടപ്പെട്ടപ്പം പണ്ടൊന്നും ജോലി ഇങ്ങനെ പോയിട്ടോ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് കല്യാണത്തിന് മുമ്പ്. അവള് ജോലിക്ക് പോകുന്നു, നീ വീട്ടിലിരിക്കുന്നു. എന്ത് ബഹുമാനം കിട്ടൂടാ നിനക്ക് അവളുടെ മുമ്പിൽ? ഒരു ബഹുമാനവും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാരും അറിയേണ്ടത്. നീ പെട്ടെന്ന് തന്നെ വേറൊരു ജോലി കണ്ടെത്തണം, എന്നിട്ട് ആ ജോലിക്ക് പോകണം. അതിനുശേഷം ഞാൻ തന്നെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ കാശുമായിട്ട് മുങ്ങി ആ പെണ്ണിനെതിരെ പോലീസിന് പരാതി കൊടുത്തല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ആ കാശ് തിരികെ കിട്ടിയിട്ടുണ്ടല്ലേ ഈ സമയത്ത് നമുക്ക് ഉപകരിക്കുക ചെയ്യുന്നത്. ശരിയമ്മേ, ഞാനത് അന്വേഷിക്കാം എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ ശ്രുതി. എന്നിട്ട് ചന്ദ്ര അങ്ങ് കയറിപ്പോയിട്ടോ. ശ്രുതി എന്തോ പോയ അണ്ടാനെ പോലെ ഇങ്ങനെ നിപ്പുണ്ട്. ഇനി എന്താ ചെയ്യാനാവില്ല, ജോലിയില്ല, വേലയില്ല, കൂലിയില്ല. ഏതായാലും നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് പിന്നെ പിടിച്ച് അങ്ങനെയൊക്കെ നിർത്തും ചന്ദ്ര. അതാണ് ആകെയുള്ള നമ്മുടെ ശ്രുതിയുടെ ആശ്വാസം എന്ന് പറയുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിയാണ് കേട്ടോ. അപ്പൊ രേവതി പതിയെ വാതിലൊക്കെ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നന്നായിട്ട് ഉറക്കം പിടിച്ചു കേട്ടോ. അങ്ങനെ നന്നായിട്ട് കിടന്ന് നമ്മുടെ സച്ചി ഉറങ്ങുകയാണ്. ഇത് കണ്ട് കുറച്ചു നേരം നമ്മുടെ രേവതി നിന്ന് ആസ്വദിക്കുകയാണ്. എന്നിട്ടൊരു കാര്യം ചെയ്തു. രേവതി അകത്തേക്ക് പതിയെ സച്ചിയുടെ അടുത്തേക്ക് കയറി ചെന്നു. പതിയെ അവിടെ അങ്ങ് ഇരുന്നു. ആ ഒരു പായിൽ അങ്ങ് പതുക്കെ അങ്ങ് ഇരുന്നു കേട്ടോ. പതുക്കെ അങ്ങ് ഇരുന്നിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു? സച്ചിയുടെ അടുത്തേക്ക് അങ്ങ് കിടന്നു. സച്ചിയുടെ കണ്ണിൽ കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിതേ എന്ത് ചെയ്തു? പതുക്കെ ഇങ്ങ് തിരിഞ്ഞിട്ട് രേവതിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഏതായാലും നമ്മുടെ രേവതിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രേവതി സച്ചിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഈ ഒരു സമയത്താണ് ആ മൂതിക്ക് തള്ള അവിടെ നിന്ന് പാത്രം വെച്ച് പട 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 പടാ കൊട്ടുന്നത്. സ്റ്റീലിന്റെ പാത്രമല്ലേ, കൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒച്ച അങ്ങ് ദൂരെ വരെ കേൾക്കും. നമ്മുടെ രേവതിക്ക് ഈ ഒച്ച കേട്ടപ്പോഴത്തേക്ക് അമ്മ ഇതെന്താ ഈ കാണിക്കുന്നത്? ഇദ്ദേഹത്തെ ഉറക്കാനും സമ്മതിക്കില്ല, എൻ്റെ ഈശ്വരാന്ന് പറഞ്ഞുകൊണ്ട് പതിയെ നമ്മുടെ സച്ചിനെ ഇങ്ങനെ നമ്മുടെ രേവതിയുടെ വയറിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു. അപ്പം സച്ചിയുടെ കൈ പതുക്കെ രേവതി എടുത്തു മാറ്റിയിട്ട് നേരെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ആണെങ്കിൽ നീ എന്താണ് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ അമ്മ ഇത്?
അവനോട് എണീറ്റ് പോകാൻ പറ. അല്ലാതെ അവൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. എന്തു അമ്മ ഈ കാണിക്കുന്നത്? സച്ചേട്ടന്റെ അമ്മേനെ പേടിച്ചിട്ടാണോ അമ്മ ഇതൊക്കെ ചെയ്യുന്നത്? കഷ്ടമുണ്ട് അമ്മേ. മോളെ, നിനക്ക് അവിടെ ജീവിക്കേണ്ടതല്ലേ? എന്റെ കാര്യം ഓർത്തിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. അമ്മ മിണ്ടാതെ പോയി അവിടെയെങ്ങാനും പോയി ഇരിക്കുക. പാവം, ശല്യപ്പെടുത്താതെ അത് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. ആ പാത്രം ഇതൊക്കെ ഇങ്ങ് തന്നേന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രവും കമ്പൊക്കെ പിടിച്ചു മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി അവിടെ മാറ്റി വെച്ചു. ലക്ഷ്മിക്കാണെ പേടിയുടെ പേടി. ആ തള്ളേരെ എടുത്തിട്ട് ഒറ്റ ഏറിയാൻ തോന്നി ചില സമയത്ത്. എന്തുവാണല്ലേ, ഇതുപോലെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അവരൊന്ന് റൊമാൻസ് സീൻ നമ്മൾ കണ്ടൊന്ന് വന്നതേ ഉള്ളായിരുന്നു. ഏതായാലും ഇത് കഴിഞ്ഞ് വീണ്ടും പോകുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെ ശ്രുതിനെയാണ് പിന്നെ കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ സെറ്റിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി വരിക. ശ്രുതി അകത്തേക്ക് കയറി വന്നതും ശ്രുതി കിടക്കുന്നത് കണ്ടു. ശ്രുതിക്ക് ആകെ ഒരു പരങ്ങലാണ്. കാരണം ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് ശ്രുതിയുടെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് ശ്രുതി. ഏതായാലും ശ്രുതി വന്നിട്ട് നമ്മുടെ ശ്രുതിനെ ചെന്ന് വിളിക്കുകയാണ്. ശ്രുതി എന്താ ശ്രുതി കിടക്കുന്നത്? എണീക്ക് ശ്രുതി എന്ന് വിളിച്ചു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി എണീറ്റു. അല്ല, എന്താ ഇന്ന് നേരത്തെ വന്നത്? അത് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ വന്നു ശ്രുതി. അല്ല, കാശ് മേടിച്ചല്ലോ അല്ലേ? എവിടെന്ന്? അല്ല, സുഹൃത്തിനോട്. നീ അവളെ സഹായിക്കാൻ പോയി എന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ കാശ് മേടിക്കാതിരിക്കുവോ? മേടിച്ചു, കാശ് എൻ്റെ കയ്യിലുണ്ട്. സോറി ശ്രുതി അങ്ങോട്ടേക്ക് വരുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ പാർലർ വിട്ട് പോവില്ലായിരുന്നു. അല്ല ശ്രുതി എന്താ വല്ലാതിരിക്കുന്നത്? ശ്രുതിക്ക് സുഖമില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലവേദനയുണ്ടോ? പനിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നു കേട്ടോ. ചന്ദ്ര ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കാം. അപ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും ചോദിച്ചു, അല്ല ആകെ ടയേർഡാണല്ലോ, എന്തു പറ്റി? എന്താ പറ്റിയത് ശ്രുതി? എന്നോട് പറ. അത് പിന്നെ ഞാൻ ഇന്ന് ഓഫീസിൽ ഇത് ചന്ദ്ര കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ചന്ദ്ര ഇങ്ങ് വന്നില്ലേ? അത് മോളെ വേറൊന്നും അല്ല മോളെ, ഞാൻ പറയാന്ന് പറഞ്ഞാ വരുന്നത്. അതെ, ഇന്ന് ഓഫീസിൽ ജോലി കുറച്ച് കൂടുതലായിരുന്നു. അല്ലേടാ മോനെ ശ്രുതി? അതെ, കുറെ ക്ലയൻസ് വന്നിരുന്നു ശ്രുതി. അല്ല ശ്രുതി ഫോൺ ചെയ്തപ്പോ എന്തോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നല്ലോ. അതെന്താ പറയാനുള്ളത്? പറയാൻ പറഞ്ഞു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ ഞെട്ടിപ്പോയി. പൊട്ടനാണല്ലോ ഈ പറയുന്ന നമ്മുടെ ശ്രുതി. പറഞ്ഞാൽ തീർന്ന്. അപ്പൊ ശ്രുതി ചോദിച്ചു, അല്ല എന്താ പറ. അതെ, നമുക്ക് ഒരുമിച്ച് പുറത്തു പോയി ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് ആശ്വാസമായത് കേട്ടോ. അങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ട്, അതേ മോള് നല്ല ടയേർഡാണല്ലോ. മോൾ എന്തിനാ ഇങ്ങനെ വന്ന ഉടനെ തന്നെ വന്ന കാലിൽ നിൽക്കുന്നത്? അത് ഹാർഡ് വർക്ക് ചെയ്യണം ആൻറ്റി. എങ്ങനെയെങ്കിലും ആ ഫിനാൻസറിൽ നിന്ന് മേടിച്ച ആ ഒരു കട നമുക്ക് വീട്ടണ്ടേ? ഈ മാസം ഒരു പ്രശ്നം വരില്ല. ശ്രുതിക്കും സാലറി കിട്ടൂലോ, അതുകൂടെ ചേർത്ത് നമുക്ക് പലിശ അടയ്ക്കാം. അതുകൊണ്ട് ആന്റി പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതെ മോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആകാതെ ഇപ്പം. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്രൻ കയറി വന്ന് ചന്ദ്രാന്നും പറഞ്ഞ് വിളിച്ചു വരിക. അപ്പോഴത്തേക്കും ചന്ദ്ര, ഓ വന്നോ? യൂണിയൻ ഓഫീസിൽ പോയങ്ങ് കിടന്നാ മതിയല്ലോ. നിങ്ങൾ ആ യൂണിയൻ ഓഫീസ് തന്നെ കിടന്നുറങ്ങുന്നതാ നല്ലത്. ഈ പോക്കും വരവും ഒഴിവാക്കാലോ. അതെ, ഓഫീസിൽ കയറി നടന്നതിന് ഫലം ഉണ്ടായല്ലോ. പെൻഷൻ കാശ് ഈ മാസം കിട്ടൂലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിൽ ലഡു പൊട്ടി കേട്ടോ. ചന്ദ്ര, സത്യമാണോ? പെൻഷൻ ഈ മാസം തന്നെ കിട്ടുമോ? അതൊക്കെ ഈ മാസം തന്നെ കിട്ടും. അല്ല, ഈ ശ്രുതി എന്താ ഇന്ന് ജോലിക്ക് പോകാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു, അത് പിന്നെ വർക്ക് തീർന്നച്ചാ, അതുകൊണ്ടാ ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങിയത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് വിശ്വസിച്ചു കേട്ടോ. രവീന്ദ്രൻ പതുക്കെ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് അങ്ങ് കുടിച്ചു. ഇപ്പോഴാശ്വാസമായത്. എന്റെ ഈശ്വര. അല്ല ചന്ദ്ര, നീ എന്തിനാ ആശ്വാസമായി എന്നൊക്കെ പറയുന്നത്? അതുപോലെ നീ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? ചോറും കറികളും അത് ഞാൻ കഴിച്ചു. നീ ചോറും കറിയും അപ്പൊ കഴിച്ചു. ദേ പാവം, അവനിപ്പൊ ഭക്ഷണം കഴിക്കാതെയാ പോയിരിക്കുന്നത്. ആര്? സച്ചിയോ? അവ ഭക്ഷണം കഴിക്കാൻ വരുന്നു ഞാൻ അറിഞ്ഞോ? പിന്നെ പുറത്തുനിന്ന് കഴിച്ചോളാം ഞാൻ അവനോട് പറഞ്ഞിരുന്നു. പാവം ഇനിയിപ്പൊ കഴിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ നേരെ സച്ചിനെ വിളിക്കുകയാണ്. സച്ചി ഈ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ വിളിച്ചു. സച്ചി പെട്ടെന്ന് ഉറക്കം ഉണർന്ന് എണീറ്റിട്ട് ചോദിച്ചു, എന്താ അച്ഛാന്ന് ചോദിച്ചപ്പം, അല്ല നീ ഭക്ഷണം കഴിച്ചോ? വയറ് നിറയെ കഴിച്ചോ? വയറ് നിറയെ ഞാൻ കഴിച്ചു. അല്ല, ഏത് ഹോട്ടലിൽ നിന്നാ കഴിച്ചത്? അയ്യോ, ഞാൻ ഹോട്ടലിൽ നല്ല കഴിച്ചത്. രേവതി ഉണ്ടാക്കിയ ഭക്ഷണമോ കഴിച്ചത്. രേവതി ഉണ്ടാക്കിയ ഭക്ഷണോ? അതിന് രേവതിയുടെ വീട്ടിലല്ലേ? അതിന് ഞാൻ രേവതിയുടെ വീട്ടിലാണല്ലോ ഉള്ളത്. അതിനിപ്പം നീ രേവതിയുടെ വീട്ടിലെത്തിയോ? ഞാൻ രേവതിയുടെ വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ചന്ദ്ര ഇങ്ങ് ഓടി വന്നു കേട്ടോ. ചന്ദ്ര ഓടി വന്നിട്ട്, അവനെന്താ അവിടെ ഇരിക്കണോ? അവനെന്തിനാ അവിടെ പോയത്? നീ ഒന്ന് അടങ്ങ്, ഞാനിപ്പോ സംസാരിക്കുമല്ലേ.
മോനെ നീ ഇതിന്റെ രേവതിയുടെ വീട്ടിൽ പോയത്? നല്ല വിശപ്പുണ്ടായിരുന്നു അച്ഛാ, നല്ല വിശപ്പ്. പുറത്ത് നിന്ന് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. രേവതിനെ വിളിച്ച് ചോറുണ്ടോ എന്ന് ചോദിച്ചു. അവള് വരാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അവള് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കി തന്നു. ഓ, എന്തൊരു എരിവായിരുന്നു, എന്തൊരു പുളിയായിരുന്നു. അച്ചമ്മ വെക്കുന്ന അതേ ടേസ്റ്റ്. പിന്നെ മീൻ ഫ്രൈ, മുട്ട, അങ്ങനെ കുറെ നിരവധി ഐറ്റംസ് ഉണ്ടായിരുന്നു. മീൻകറിയുടെ വാസനയുണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് കയ്യില്. ഓ, അത് മതി അച്ഛാ ഇനിയിപ്പം ഈ ദിവസം ചോറ് മുഴുവൻ കഴിക്കാനും. അല്ല, അച്ഛനെന്താ കഴിച്ചത്? അത് പിന്നെ ഞാന് യൂണിയൻ ഓഫീസിൽ നിന്ന് ചോറും സാമ്പാറും കഴിച്ചു. അച്ഛ, ഞാൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലേ? സാരമില്ലടാ, നീ നന്നായിട്ട് കഴിച്ചല്ലോ, അത് മതി. അതെ, അവള് ഇഷ്ടം പോലെ ഉണ്ടാക്കിയായിരുന്നു. ഇന്ന് രാത്രിയും ഞാൻ അത് തന്നെ കഴിക്കും. വേണമെങ്കിൽ അച്ഛന് ഞാൻ പാഴ്സൽ കൊണ്ടുവരാം. ഏയ് വേണ്ടടാ മോനെ, മോനിപ്പൊ കഴിക്കുക. അല്ല, ചൂടാക്കി നാളെ പുട്ടിന് കഴിക്കാം. ദേ അതൊന്നും വേണ്ട മോന്. അപ്പൊ രാത്രി ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? രാത്രി എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? കരിഞ്ഞ ഉപ്പുമാവ് കഴിക്കാനോ? അങ്ങോട്ടേക്ക് വരാനേ തോന്നുന്നില്ല അച്ഛാ. ആ നോക്കട്ടെ, ഞാൻ വിളിക്കാം അച്ഛാ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ചന്ദ്രയുടെ ചങ്കിൽ അങ്ങോട്ട് ഇടുത്തി വീണില്ലേ? ചന്ദ്രയ്ക്ക് കാല് വന്നിട്ട് ചന്ദ്ര നമ്മുടെ രവീന്ദ്രന്റെ മുമ്പിലേക്ക് ചെന്നിട്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? അവനവിടെ കിടക്കുന്നോ? അവനെന്തിനാ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് എന്നിങ്ങനെ ചോദിച്ചു. ആടി മാസത്തിൽ അവിടെ ഇവിടെയായിട്ട് രണ്ടുപേരെ നിർത്തിയിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ അവരിപ്പോ ഒന്നിക്കുന്നത്? അവനെ അവിടെ താമസിക്കാൻ പാടില്ല. അങ്ങനെ താമസിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയാമോ? ദേ എന്റെ പൊന്ന് ചന്ദ്രൻ, നീ ഒന്നും മിണ്ടാതിരിക്കെ. അപ്പോഴത്തേക്കും പെട്ടെന്ന് കയറി ശ്രുതി വന്നിട്ട്, അതെ ഇതെന്തിനാ അവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നത്? അത് പറ്റത്തൊന്നുമില്ല. ഞാനും ശ്രുതി ഇവിടെ രണ്ടായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവര് രണ്ടായിട്ട് കിടക്കണം. അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. അല്ല സോറി, അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ. എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ ഇന്ന് മുതൽ ഒരുമിച്ച് കിടക്കുള്ളൂ എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓ ഒന്ന് മിണ്ടാതെ പോകുന്നുണ്ടോടാ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഏതായാലും ചന്ദ്രയ്ക്ക് അതൊന്നും അല്ല പ്രശ്നം, അവർ രണ്ടും ഒന്നിച്ചിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ശ്രുതി മേളിലേക്ക് കയറിപ്പോയി ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അവരെ ഒരുമിച്ച് നിർത്താൻ പാടില്ല. അവനെ ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്റെ പൊന്നു ചന്ദ്രൻ, അവൻ അവിടെ താമസിച്ചെന്ന് കരുതിയേ ഈ ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. അവൻ ഇന്ന് അവിടെ കിടക്കുവാണെ കിടന്നോട്ടെ എന്ന് ഞാനങ്ങ് വെക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. ചന്ദ്രയാണെങ്കിൽ അവിടെ നിന്ന് ഉരുകാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് പേടി, കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ? ആദ്യത്തെ പേരക്കുട്ടി നമ്മുടെ സച്ചിയുടെ രേവതിയുടെ ആയാൽ തീർന്നില്ലേ? എല്ലാ പണിയും പാളൂലേ? നമ്മുടെ ചന്ദ്ര അതിനുവേണ്ടിയാണ് രണ്ടുപേരെ മാറ്റി നിർത്തിയേക്കുന്നത്. ഏതായാലും ചന്ദ്ര ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും നമ്മുടെ രേവതി ഉടനെ തന്നെ തിരിച്ചെത്തും കേട്ടോ. അതൊക്കെ ഒരു കിടിലൻ സർപ്രൈസ് തന്നെയാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥയുണ്ട്. അപ്പൊ ഉടനെ തന്നെ ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.